കൂടുതൽ മഹത്വത്തിനു വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന റിന്യൂ സാബിക്ക് വേണ്ടിയും ജെസ്സി കൊറിയയ്ക്ക് വേണ്ടിയും ബിർജിത്ത് ഫ്രാൻസിസിന് വേണ്ടിയും എൻസ്റ്റീന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ജോയലിൻ്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടിയും ഈ ഫെസ്റ്റിവലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അപ്പസ്തോലനായ വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. പത്രോസിനെ, തൻ്റെ സഹോദരനെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വിശുദ്ധനാണ് അന്ത്രയോസ്. ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം, ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം തൻ്റെ സഹോദരനെ ക്രിസ്തുവിൻ്റെ ആ ശിഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത അപ്പോസ്തലൻ. തീർച്ചയായിട്ടും നാം എല്ലാവരും അതിനുവേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ അനുഭവിക്കുക, ആ അനുഭവത്തിന് ശേഷം നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഒരു വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ കാണിച്ചു തന്ന അപ്പോസ്തലനാണ് വിശുദ്ധ അന്ത്രയോസ്. തീർച്ചയായിട്ടും അന്ത്രയോസിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കൂടുതൽ പേരെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാൻ. പലപ്പോഴും അനുദിന ജീവിതത്തിൽ നമ്മൾ ആ ദൗത്യം, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാത്ത ആ ദൗത്യം നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ഈ വിശുദ്ധബലിക്കായി ഒരുങ്ങുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യരുടെ സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു.
യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾക്ക് എന്നപേക്ഷിക്കുന്നു. ഇങ്ങനെ അപ്പോസ്തലനായ വിശുദ്ധ അന്ത്രയോസ് അങ്ങേ സഭയുടെ പ്രഭാഷകനും പരിപാലകനുമായിരുന്നതുപോലെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥനുമായി തീരുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഉണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു. അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം, അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തി വരെയും എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. എല്ലാവരും എഴുന്നേൽക്കുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ഗലീലയ കടൽത്തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു, സെബദി പുത്രന്മാരായ യാക്കോബും സഹോദരൻ യോഹന്നാനും. അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. അവരെയും അവൻ വിളിച്ചു. തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷം ഞങ്ങൾ നമ്മുടെ പാവമെല്ലാം നീക്കം ചെയ്യട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ശിക്ഷത്തിലേക്കുള്ള ഒരു വിളിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. 4 പേരെ, 2 സഹോദരന്മാരെ ഈശോ വിളിക്കുന്നതായിട്ട്. ആഗമനകാലത്തിലെ പുതിയൊരു യുഗത്തിനു വേണ്ടിയുള്ള യാത്ര ആരാധനയിലൂടെ നാം ആരംഭിച്ചിരിക്കുകയാണ്. ആ യാത്ര ക്രിസ്തുവിനോട് ഒരുമിച്ചാണ്. ക്രിസ്തുവിൻ്റെ ആ ജന്മത്തിൻ്റെ നാളിനായിട്ട് ഒരുക്കത്തിനായി. ആ ഒരു സമയത്ത് ക്രിസ്തുവിൻ്റെ ക്ഷണം വലിയൊരു ദൗത്യത്തിനു വേണ്ടിയാണ്. നൈമിഷ്യവും സ്വാർത്ഥപരമായ മനോഭാവങ്ങൾ വിടിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ കർത്താവിന് നമ്മെക്കൊണ്ട് വലിയ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ഒത്തിരിയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ നാം ആയിരിക്കുന്ന ഓരോ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ആ ദൗത്യത്തിൽ പങ്കുചേരുവാനായിട്ടാണ് ശിഷ്യന്മാരെ പോലെ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. ജ്ഞാനസ്നാനം, ഈ ജ്ഞാനസ്നാനത്തിലൂടെയാണ് ഇവിടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ആത്മസമർപ്പണവും പരിത്യാഗവും സഹനശക്തിയും ഈ വിളിയിൽ പിൻചെല്ലുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു, അതിൻ്റെ ഘടകങ്ങളായിട്ട് പറയുന്നു, തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുകളും എടുത്ത് എന്നെ അനുഗമിക്കുക. തന്നെ പരിത്യജിച്ച് കഴിയുമ്പോൾ ദൈവമാണ് ഏറ്റവും എല്ലാം എന്നുള്ള ഒരു ബോധ്യത്തിലൂടെയാണ്, ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലൂടെയാണ് നമ്മൾ മുന്നേറുക. അങ്ങനെ നമ്മൾ ആ ദൗത്യത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുന്നു. എന്നെയല്ല, യേശുവിനെയാണ് നൽകുക. സാധാരണ നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് നൽകുക. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ ആ ദൗത്യത്തിൽ പങ്കാളികളാവുമ്പോൾ നമ്മൾ യേശുവിനെ നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന്. ആ എന്നിലുള്ള ക്രിസ്തുവിനെ, എന്നിലുള്ള നന്മയെ, എന്നിലുള്ള സ്നേഹത്തെ, എന്നിലുള്ള കാരുണ്യത്തെ ഞാൻ നൽകുമ്പോൾ തീർച്ചയായിട്ടും യേശുവാണ് മറ്റുള്ളവർ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ വിശുദ്ധ മാർട്ടിനെ പോലെ, വിശുദ്ധ മദർ തെരേസയെ പോലെ, വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ യേശുവിനെ നൽകുന്നവരായി നമ്മൾ തീരുമ്പോൾ നമ്മൾ ആ അനുഭവത്തിലേക്ക് കൂടുതലായിട്ട് വളരുന്നു. കാരണം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത്. നമ്മുടെ അനുഭവങ്ങൾ മോശമാണെങ്കിൽ നമ്മൾ മോശമായ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ അനുഭവങ്ങൾ നല്ലതാണെങ്കിൽ നല്ല ക്രിസ്തുവിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധന്മാർ പറയുക, ചിലപ്പോൾ മറ്റുള്ളവർ വായിക്കുന്ന ഏക സുവിശേഷം നിങ്ങളായിരിക്കുമെന്ന്. സുവിശേഷത്തിലുള്ള ക്രിസ്തുവിനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നമ്മൾ ദൈവത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിലൂടെ ആ സുവിശേഷങ്ങളായി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിനായി വിശുദ്ധ അന്ത്രയോസ് ഇയാളിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാണിക്കകൾ വഴി ഞങ്ങൾ അങ്ങേക്ക് പ്രിയങ്കരാകുവാനും സ്വീകരിക്കപ്പെട്ട കാഴ്ചകളിലൂടെ ഞങ്ങൾ ജീവസുറ്റവരാകുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് സജ്ജത അർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയിടയനായ ദൈവമേ, അങ്ങേ അധികടത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ധന്യരായ അപ്പസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി കാത്തു പരിപാലിക്കുന്നു. അങ്ങനെ അതേ പരിപാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അധികടത്തിനങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ ബന്ധങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ, നിർമ്മലമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിം വിണ്ണരവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങനെ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണികകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാക്കണമേ. അവിടെ തൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ വിലകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങനെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ കാർത്തിപ്പറമ്പിൽ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ തോമസ്, ക്രിസ്റ്റീന തോമസ്, ഫാദർ ഏഞ്ചൽ മേരി, അനസ്താസിയ ആന്റണി, ഫിലോമിന ഫ്രാൻസിസ്, റെജീന ലോപ്പസ്, വെളിച്ചപ്പറമ്പിൽ ക്രിസ്മോസ്, ഫിലോമിന ക്രിസ്മോസ്, ചക്കാലപ്പറമ്പിൽ ജോസഫ്, വിക്ടോറിയ ജോസഫ്, മിൽട്ടൺ ഡിസൂസ, ഐറിൻ ഡിസൂസ, ജോൺ ഡി അരൂജ, ജോസ് തായൻകരി, കറിയാപുരം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ, പടിഞ്ഞാറേമുറി ദേവസിക്കുട്ടി, വരേപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർ,
ജോണി ഗോമസ്, സി പി ആന്റണി, ആനി കീരപ്പള്ളി, മേരി തോമസ്, റാഫേൽ, സാറ റാഫേൽ, എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി ചേർന്ന് ഇവരെ അവിടുത്തെ ഉദ്ധാരത്തിന്റെ ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ എത്രകൊണ്ടെന്ന് ഞങ്ങൾ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മാത്രം പറഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മിസ്റ്റർ അന്ത്രയോസിനോടും മിസ്റ്റർ ജോൺ ബോസ്കോയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കി അങ്ങേപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എല്ലായ്പ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും വൈക്കവും നൽകുവാൻ ചെയ്യണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെയും വിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളാൽ പരേതരായ വീട്ടിൽ സാബു പാപ്പു ജോസഫ്, തെരേസ പാപ്പു, പി ജെ റോക്കി, റീസ റോക്കി, പി ആർ ജോളി, പി ആർ സേവിയർ, കെ പി ക്ലീറ്റസ്, പുലക്കാട് കുര്യാക്കോസ്, ഏലിയാമ്മ കുര്യാക്കോസ്, റെജി കുര്യാക്കോസ്, പി എം അലക്സാണ്ടർ, മനേൽ റോബർട്ട് മിൽട്ടൺ, ഫാദർ ഫ്രാൻസിസ് ഗസു, എമ്മോ ജോസഫ്, അന്ന ജോസഫ്, ഫാദർ തോമസ് അഗസ്റ്റിൻ, ആൻ്റണി പെരേര, ജെസ്സി പെരേര, തോമസ് പി ജെ, കർമ്മല ഫെർണാണ്ടസ്, ക്ലാര അമേൽഡ, കെ കെ കുര്യൻ, കെ ടി കുര്യൻ, റോസ കുര്യൻ, വർഗീസ്, മറിയംകുട്ടി, മേരി, മാത്തച്ചൻ, മേരി ലോബോസ്, കർമ്മൽ ഷിൻഡ ക്രിസ്പിൻ, എലിയാമ്മ, എം ജെ വർഗീസ്, അഗസ്റ്റിൻ, എല്ലാ ആത്മാക്കളെയും കാർമിലിൻ ലോബോസ്, സണ്ണി വിവേര, വിജയ് വിൻസെൻ്റ്, ആൻ്റണി ഫെർണാണ്ടസ്, മേരി ഫെർണാണ്ടസ്, ബിൻസി ഫെർണാണ്ടസ്, തൈപ്പറമ്പിൽ ജോസഫ്, തൈപ്പറമ്പിൽ സെലീന, കളപ്പുരിക്കൽ കുടുംബത്തിൽ നിന്ന് മരിച്ച എല്ലാ ആത്മാക്കളെയും നമുക്ക് പ്രത്യേകമായി ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ഈ ആത്മാക്കളെ സ്വീകരിക്കുകയും ഈ വിശുദ്ധ ബലിയുടെ യോഗ്യതകളാൽ അവർക്ക് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും അവരെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ഉദാശിയുടെ സ്വീകരണം ഞങ്ങളെ ശക്തരാക്കട്ടെ. അപ്പസ്തലനായ വിശുദ്ധ അന്ത്രോസിന്റെ മാതൃകയാൽ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തോടുകൂടെ അവിടുത്തെ മഹത്വത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തുവിനെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവേൻ.